രചന പ്രവീൺ ചന്ദ്രൻ. ശരിക്കും നീ ഒരു ജിന്നാട്ടോ ചെക്ക. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഞാൻ നിന്നോട് അടുത്തു തുടങ്ങിയിട്ട്. പക്ഷെ അതിനുള്ളിൽ നീ എന്നെ വേറെ ലോകത്ത് എത്തിച്ചിലൂടെ ചെക്ക. വല്ലാത്തൊരു ഫീല് തന്നെ. നിന്റെ സാന്നിധ്യമാണ് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിന്നെ പരിചയപ്പെടുന്നതിന് മുന്നേ വറ്റി വരേണ്ട മരുഭൂമി പോലെയായിരുന്നു എൻ്റെ മനസ്സ്. നീ എന്നിൽ പുതുമഴ പോലെ പെയ്തിറങ്ങിയായിരുന്നു. പ്രണയത്തിന് ഇത്രയൊക്കെ ഫീലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. താങ്ക് യുടാ ചെക്ക. അവൾ പറഞ്ഞു കേട്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. അവൻ്റെ പുഞ്ചിരിയിൽ പോലും പ്രണയമുണ്ടെന്ന് അവൾക്ക് തോന്നി. എന്താണ് അവൻ അവളിലേക്ക് ആകർഷിച്ചെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. ആ പാറി പറക്കുന്ന തലമുടിയോ, അതോ ആ കട്ടത്താടിയോ, ചെറിയ കണ്ണുകളോ, അതല്ലെങ്കിൽ പിന്നെ ആ പ്രണയം തുളുമ്പുന്ന ശബ്ദമാവാം. എന്താണെന്നറിയില്ല. എന്തായാലും അവനോടിപ്പോൾ അവൾക്ക് പ്രണയമാണ്, കടുത്ത പ്രണയം. അത്രയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പിന്നെ എന്തിനാ വേണ്ടേ നീ എന്നെ വിട്ട് പറക്കുന്നത്? നീ ഇല്ലെങ്കിൽ ഞാൻ ശൂന്യമാണെന്നറിയില്ലേ? ഏകാന്തമായ എൻ്റെ ജീവിതം വർണ്ണശബളമാക്കിയവളെ എന്തിനെന്നെ വീണ്ടും ആ കൂരിരുട്ടിലേക്ക് തള്ളിവിടുന്നു? അവൻ ചോദിച്ചു കേട്ട് അവൾ അല്പനേരത്തേക്ക് നിശബ്ദയായി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. കമ്പനിയുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അവൾക്ക് ലണ്ടനിലേക്ക് പോകേണ്ടി വരുന്നത്. അതിനായി എല്ലാം ശരിയായിട്ടിരിക്കുമ്പോഴാണ് അവനെ അവൾ പരിചയപ്പെടുന്നത്. അത് ഇത്ര പെട്ടെന്ന് പ്രണയത്തിലേക്ക് വഴിമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. കുറച്ചുകൂടെ മുന്നേ വരായിരുന്നിടാ ചെക്ക നിനക്ക്. എവിടെയായിരുന്നു ഇത്രയും കാലം? എൻ്റെ വട്ടുകളേക്ക് ഉണർത്തിയവനാ നീ. ആ നിന്നെ വിട്ടുപോകാൻ എനിക്ക് എത്ര വിഷമമുണ്ടാകും. പക്ഷെ പോവാതിരിക്കാൻ വയ്യ മുത്തേ. നീ എന്നിൽ നിറഞ്ഞു നിൽക്കുന്നിടത്തോളം എനിക്കൊരിക്കലും നിന്നെ മിസ്സാവില്ലടാ ചെക്ക. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൾക്ക് അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ലായിരുന്നു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും അവൾക്ക് അവനെ തൽക്കാലത്തേക്ക് വിട്ടുപിരിയുകയല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഞാൻ തടയുന്നില്ല, പക്ഷേ എനിക്ക് നിന്നെ നല്ലപോലെ മിസ് ചെയ്യും, അതുറപ്പാ. നാളെ പുലർച്ചെയല്ലേ ഫ്ലൈറ്റ്. അതുവരെ നമുക്ക് സംസാരിച്ചിരിക്കാം. ഒരു നിമിഷം പോലും പാഴാക്കാൻ തോന്നുന്നില്ല എനിക്ക്. അത് പിന്നെ ചോദിക്കാനുണ്ടോടാ? അതല്ലേ ഞാൻ നേരത്തെ ഇറങ്ങിയത്. എനിക്ക് നിന്നെ ചുറ്റി വരിഞ്ഞിരുന്നു നിന്റെ ബുള്ളറ്റിൽ ഈ രാത്രി മുഴുവൻ സഞ്ചരിക്കണം. അവൾ പറഞ്ഞു കേട്ടതും അവൻ കിക്കറിൽ കാലമർത്തി. ഹാ കേറുവണ്ണേ. അവൾക്ക് സന്തോഷമായി. ഇരുവശത്തേക്കും കാലുകളിട്ട് അവനെ ചുറ്റി പിടിച്ച് അവൾ ഇരുന്നു. നീ പെണ്ണെ, ആളുകൾ നോക്കുന്നു, ഒന്ന് അയച്ചു പിടിക്കുക. നോക്കട ചേക്ക, അവർക്ക് അസൂയാവട്ടെ. നീ പറപ്പിച്ചോടാ. ഹാ പതുക്കെ കടിക്കടി, ചെവി വേദനിക്കുന്നടി. മിണ്ടാണ്ടിരിക്കും ചേക്ക. ചെവി മാത്രമല്ല പുറം ഞാൻ കടിച്ചു മുറിക്കും കേട്ടോ. ഹോ എന്തൊരു ആവേശമാണ് നിനക്ക്. നീയാ എൻ്റെ ആവേശം. അവൾ പറഞ്ഞു കേട്ട് ആവേശത്തോടാൻ വണ്ടി കൂടുതൽ സ്പീഡിൽ മുന്നോട്ടെടുത്തു. ആ രാത്രി മുഴുവൻ അവർക്കുള്ളതായിരുന്നു. അവരുടെ പ്രണയത്താൽ പുളകിതയായിരുന്നു പ്രകൃതി പോലും. തിരികെ എയർപോർട്ടിലേക്ക് എത്താറായപ്പോഴേക്കും മഴയും അവരുടെ പ്രണയത്തെ അനുഗമിക്കാനായി എത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ അവൻ അവളുടെ അധരങ്ങളിൽ കാട്ടമായി ചുംബിച്ചു. അനുവാദം ചോദിക്കാതെയുള്ള ആ ചുംബനത്തിൽ അവളും മതിമറന്നു. അവൻ്റെ ചുണ്ടുകൾ അവളിൽ നിന്ന് അടരുതേ എന്ന് അവൾ ആശിച്ചു. അത്രയ്ക്ക് തീക്ഷ്ണമായിരുന്നു ആ പ്രണയം. തലക്ക് മുകളിലൂടെ അവൾ പറന്നകലുന്ന നിറകണ്ണുകളോട് അവൻ നോക്കി നിന്നു. അവളുടെ മനസ്സും ശൂന്യമായിരുന്നു. വിൻഡോയിലൂടെ അവൾ വിദൂരതയിലേക്ക് നോക്കി. തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളപ്പിച്ചവന് വിട്ട് താനിതാ യന്ത്രച്ചിറകുകളിൽ പറക്കുന്നു. ഭൂമിയും ആകാശവും പോലെ രണ്ടറ്റത്തേക്ക്. അനിവാര്യമായിരുന്നു പോയി പിരിയൻ. ഒരുപക്ഷെ ആയിരിക്കാം. പ്രണയത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ ഭാവം ശൂന്യതയാണത്രേ. ഒരാൾക്ക് മറ്റൊരാൾ എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഇതിനും വലിയ സന്ദർഭമില്ല. കമ്പനി ഒരുക്കിയിരിക്കുന്ന താമസ സ്ഥലത്ത് എത്തിച്ചേർന്നും അവൾ അവനെ ബന്ധപ്പെട്ടു. അവൻ്റെ ശബ്ദ അങ്ങേത്തലകൾ കേട്ടതും അവൾക്ക് നിയന്ത്രണം വിട്ടുപോയിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവനും ആവുമായിരുന്നില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൾ അവളെ പറഞ്ഞ് പഠിപ്പിക്കുകയായിരുന്നു ഒരുപാട് കാലം ഇനി അവനെ പിരിഞ്ഞിരിക്കേണ്ടി വരുമെന്നത്. എങ്കിലും അവൻ വിളിക്കുമ്പോഴൊക്കെ അവൾക്കൊരു ഉണർവായിരുന്നു. വീഡിയോ കോൾ വഴി അവനെ കാണുമ്പോഴൊക്കെ അവൻ അടുത്തുള്ള പോലെ തോന്നുമായിരുന്നു. ഇടയ്ക്കൊക്കെ അവനുമായി പിണക്കം നടിച്ചവൾ ഇരുന്നെങ്കിലും അവൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ അവൾ തിരിച്ചു വരികയായിരുന്നു. മാസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം അവർ തമ്മിലുള്ള പതിവ് സംസാരത്തിനിടയിൽ അവൾ അവനോട് ചോദിച്ചു, ഡാ ചെക്ക, നിനക്കെന്നെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോടാ? എനിക്കിവിടെ പറ്റണില്ലടാ. നിന്നെ കാണാൻ എപ്പോഴും തോന്നുന്നു. നിന്റെ പുറകിലിരുന്ന് ഒരു രാത്രി മുഴുവൻ സഞ്ചരിക്കാൻ തോന്നുന്നു. അന്ന് നനഞ്ഞ മഴ ഒരു വട്ടം കൂടി നനയാൻ എൻ്റെ മനസ്സ് കൊതിക്കുന്നുണ്ട്. നിന്റെ നെഞ്ചിൽ കടിക്കാൻ തോന്നുന്നു. ഇനി ഒരുപാട് കാത്തിരിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഹൃദയം നുറുങ്ങുന്ന പോലെ. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ നിന്നെ എത്രമാത്രം പ്രണയിക്കുന്നുണ്ടെന്ന്. എനിക്ക് നിന്നെ ഇപ്പോൾ കാണാൻ തോന്നുവാടാ. ശരിക്കും നീ എന്നോട് വന്നേ പിന്നെ ഒരിക്കൽ പോലും കാണുമെന്ന് പറഞ്ഞിട്ടില്ലല്ലോടെ ദുഷ്ട. അവളത് പറഞ്ഞതും അപ്പുറന്ന് ഫോൺ കട്ടിയുന്ന ശബ്ദം കേട്ടു.
പിന്നീട് അവൾ കുറേ തിരിച്ചു വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവൾക്ക് ആദ്യ കയറി. അങ്ങനെ പറയണ്ടായിരുന്നെന്ന് അവൾക്ക് തോന്നി. അവൻ ഫോൺ എടുക്കാതായതോടെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നാളെ അവളുടെ ജന്മദിനമായിരുന്നു. അവനിൽ നിന്നൊരു ആശംസയെങ്കിലും അവൾ പ്രതീക്ഷിച്ചിരുന്നു. എല്ലാം അവളുടെ എടുത്തുചാട്ടം കൊണ്ട് ഇല്ലാതായിപ്പോയെന്ന് അവൾ കരുതി. അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് കോളിംഗ് ബെല്ല് ശബ്ദിച്ച്. ഈ പാതിരാത്രിക്ക് ആരാവുമെന്ന ആകാംക്ഷയോടെയാണ് അവൾ വാതിൽ തുറന്ന്. പെണ്ണേ, ഹാപ്പി ബർത്ത്ഡേ. വാതിൽക്കൽ കള്ളപ്പുഞ്ചിരിയുടെ ഒരു മുഖം. അത് അവനായിരുന്നു. അവൾക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീനൊന്ന് പിച്ചിയുടെ ഇത് സ്വപ്നമാണോ അതോ യാഥാർത്ഥ്യമാണോ ചെക്ക? അവൾ പറഞ്ഞു കേട്ട് അവൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വിശ്വാസമായിടി പെണ്ണേ, എനിക്ക് നിന്നെ കാണാതിരിക്കാനാവില്ല മുത്തേ. നിന്റെ പിറന്നാളിനൊരു സർപ്രൈസ് തരണമെന്നുണ്ടായിരുന്നു. അതിനാ ഇവിടെയുള്ള സുഹൃത്ത് മുഖേന വിസ സംഘടിപ്പിച്ചു ഇന്നലെ ഇവിടെ വന്നു. അവൻ്റെ റൂമിലായിരുന്നു ഞാൻ. ഇവിടെ അടുത്ത് തന്നെയാണ് റൂം. ഞാൻ നിന്നെ ഇന്നലെ കണ്ടിരുന്നു. ഓഫീസ് കഴിഞ്ഞ് നീ വരുമ്പോൾ നിന്റെ പുറകെ ഞാനുണ്ടായിരുന്നു. നീ കണ്ടില്ലെന്ന് മാത്രം. ഇനി കുറച്ച് ദിവസം ഞാനുണ്ടാകും കൂടെ. സന്തോഷമായില്ലടി പെണ്ണേ? പൊന്നല്ലടി. പിന്നെ കുറച്ച് ദിവസം ഇനി നിന്നെ ഞാൻ വിട്ടു തന്നെ ചെക്ക. അവൾ അവനെ നെഞ്ചിൽ അമർത്തി കടിച്ചുകൊണ്ട് പറഞ്ഞു. രചന പ്രവീൺ ചന്ദ്രൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീസ് പൂനൂർ.